അനർഹമായി ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുവാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന റവന്യൂ മന്ത്രി AP അനിൽകുമാർ. അക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. അതേസമയം അർഹരായവർക്ക് പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുടയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയുടെ പട്ടയത്തിനായി കാത്തിരിക്കുന്നവർക്ക് പട്ടയം ലഭിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാവരുതെന്നതാണ് സർക്കാരിന്റെ സമീപനം. അത് ജനങ്ങളുടെ അവകാശമാണെന്നും അനർഹമായി ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുവാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന പരാതിക്കാർ പരിഭവവും ആക്ഷേപവുമായി വരുന്നവരും മാന്യമായിട്ട് സമീപിക്കുവാനും അവർ പറയുന്നത് കേൾക്കുവാനും അവർക്ക് സമാശ്വാസം നൽകാൻ കഴിയുന്നത് എത്രയോ അത് ചെയ്യാനും കഴിയുക എന്നുള്ളത് തന്നെയാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റവന്യൂ വകുപ്പും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. റോയ് കെ പൗലോസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി K ജീവൻ ബാബു, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ, കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ, അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ, ജില്ലാ പഞ്ചായത്ത് അംഗം സജി P ജോസ്, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ ചന്ദ്രശേഖരൻ, കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തസ്നി TK, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ.